ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മഴ പിടിച്ച ദിവസത്തെ വ്ളോഗാണ് ഗൈസ്. മഴ പിടിച്ച ആകെ നാശകോശമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോലും അല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ഞാൻ കൊച്ചാരെ വീട്ടിലാണ് ഗൈസ്. ഇവിടെ മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ട് നല്ല മഴ ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ കാരണമുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ വെളിയിലത്തെ മഴയുടെ ഭംഗിയെ ആസ്വദിച്ച് ഞാൻ അങ്ങനെ വായി നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ കൊച്ചായൊക്കെ പള്ളി വിട്ട് വന്നതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്ന അടിപൊളി മന്തിയായിരുന്നു ഗൈസ്. കുഞ്ഞുമ്മ അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കി. എനിക്ക് ഈ മന്തി റൈസിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റൈസ് അടിപൊളിയായിരുന്നു. വെറുതെ ചോറ് വാരി കഴിക്കായിരുന്നു ഗൈസ്. ഇതൊന്നും വേണ്ടായിരുന്നു, വെറുതെ ചോറ് വാരി കഴിക്കായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞാനും, ഇത് കൊച്ചാര മോളാണ്, നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ കൈ കഴുകാൻ പോണേണ്. കൈ കഴുകിയിട്ട് വന്നിട്ട് കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത്. അവിടെ ചെന്നിട്ട് ടൈം പോയി അറിഞ്ഞില്ല. ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴാണ് 3 മണിയായെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പിന്നെ അങ്ങ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഞാൻ നേരത്തെ കൊച്ചാരെ വീട്ടിലായിരുന്നു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഗൈസ്, ഇവിടെ കറണ്ട് ഇല്ല. ഇന്നലെ രാത്രി എന്ന് പറയാം, ഇന്നലെ രാത്രി 6 മണിക്ക് ശേഷം ഇവിടെ കറണ്ട് ഇല്ല. 6 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ വേറെ അടുത്ത് പോയൊക്കെയായിരുന്നു. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 6 മണിയായി. അപ്പോഴേ കറണ്ട് ഇല്ല. ഞങ്ങൾ വരണ വഴിക്ക് തന്നെ ഞങ്ങൾ അവിടുത്തെ ട്രാൻസ്ഫോമറിന്റെ അവിടെ മരം ഒടിഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇന്ന് രാത്രി എന്തായാലും കറണ്ട് വരുമല്ലെന്ന്. കാരണം രാത്രി ആരും വന്ന് നന്നാക്കാനൊന്നുമില്ല ഗൈസ്. ആരും രാത്രി വന്ന് നന്നാക്കേയില്ല. അങ്ങനെ കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് രാവിലെ വരെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു, 5% ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം തീർന്ന്. പിന്നെ ഞാൻ നേരെ കൊച്ചാരെ വീട്ടിൽ പോയി. അതാണ് നിങ്ങൾ രാവിലത്തെ വ്ളോഗിൽ എന്നെ അവിടെ നിന്ന് കാണുന്നത്. കാരണം വെച്ചാൽ ഞാൻ നേരെ അവിടെ പോയി എൻ്റെ ചാർജ് വെച്ച്, എൻ്റെ ഫോൺ ചാർജ് വെച്ച്, വാപ്പയുടെ ഫോൺ ചാർജ് വെച്ച്, പിന്നെ ഉമ്മാരുടെ ഫോണും ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞങ്ങളെ ഫോണെല്ലാം അവിടെ കൊണ്ടുപോയി ചാർജ് വെച്ച്. അവിടെ ആകുമ്പോൾ ബാറ്ററി ഉണ്ട് ഗൈസ്. അവിടെ സോളാറാണ് കൊച്ച വെച്ചേക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ പോയി ചാർജ് ചെയ്തിട്ട് വന്ന്. അതാണ് ഞാൻ ഉച്ച വരെ അവിടെ ഇരുന്നത്. ഞാൻ അവിടെ പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഗൈസ്, ഇവിടെ കറണ്ട് ഇല്ല. ഇന്നലെ രാത്രി എന്ന് പറയാം, ഇന്നലെ രാത്രി 6 മണിക്ക് ശേഷം ഇവിടെ കറണ്ട് ഇല്ല. 6 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ വേറെ അടുത്ത് പോയൊക്കെയായിരുന്നു. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 6 മണിയായി. അപ്പോഴേ കറണ്ട് ഇല്ല. ഞങ്ങൾ വരണ വഴിക്ക് തന്നെ ഞങ്ങൾ അവിടുത്തെ ട്രാൻസ്ഫോമറിന്റെ അവിടെ മരം ഒടിഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇന്ന് രാത്രി എന്തായാലും കറണ്ട് വരുമല്ലെന്ന്. കാരണം രാത്രി ആരും വന്ന് നന്നാക്കാനൊന്നുമില്ല ഗൈസ്. ആരും രാത്രി വന്ന് നന്നാക്കേയില്ല. അങ്ങനെ കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് രാവിലെ വരെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു, 5% ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം തീർന്ന്. പിന്നെ ഞാൻ നേരെ കൊച്ചാരെ വീട്ടിൽ പോയി. അതാണ് നിങ്ങൾ രാവിലത്തെ വ്ളോഗിൽ എന്നെ അവിടെ നിന്ന് കാണുന്നത്. കാരണം വെച്ചാൽ ഞാൻ നേരെ അവിടെ പോയി എൻ്റെ ചാർജ് വെച്ച്, എൻ്റെ ഫോൺ ചാർജ് വെച്ച്, വാപ്പയുടെ ഫോൺ ചാർജ് വെച്ച്, പിന്നെ ഉമ്മാരുടെ ഫോണും ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞങ്ങളെ ഫോണെല്ലാം അവിടെ കൊണ്ടുപോയി ചാർജ് വെച്ച്. അവിടെ ആകുമ്പോൾ ബാറ്ററി ഉണ്ട് ഗൈസ്. അവിടെ സോളാറാണ് കൊച്ച വെച്ചേക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ പോയി ചാർജ് ചെയ്തിട്ട് വന്ന. അതാണ് ഞാൻ ഉച്ച വരെ അവിടെ ഇരുന്നത്. ഞാൻ ഫോൺ ചാർജ് വെച്ച് ഒരു വീഡിയോ അവിടെ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ ചാർജ് നല്ല രീതിയിൽ ഫോണിൽ നിന്ന് പിടിക്കും. നമ്മൾ 5G നെറ്റ്വർക്ക് ഓണാക്കുമ്പോഴേ എൻ്റെ ഫോണിൽ നിന്ന് അടിപൊളിയായിട്ട് ചാർജ് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 3 മണിയായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്ന് 3 മണി കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ 5 മണി ആവാറായി ഗൈസ്. എന്നിട്ട് ഇതുവരായിട്ട് കറണ്ട് വന്നിട്ടില്ല. ഇവിടെ 3-4 പോസ്റ്റ് പോയി കിടക്കണം എന്ന് പറയുന്നതായിട്ട്. ഏതൊക്കെയോ മരങ്ങൾ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. ഞാൻ പോയ വഴി തന്നെ 3-4 മരം ഇങ്ങോട്ട് റോഡിലോട്ട് വീണിട്ടുണ്ട്. കുറച്ചടുത്ത് മറ്റേ ഇത് പൊട്ടി വീണിട്ടുണ്ട്. അങ്ങനെ മഴ ആയിട്ട് ഫുള്ള് നാശകോശായിരിക്കുന്നു ഗൈസ്. ആദ്യമായിട്ടായിരിക്കും ഞങ്ങളവിടെ ഇത്രയും ടൈം കറണ്ട് ഇല്ലാത്തത്. കാരണം ഇന്നലെ വൈകുന്നേരം, ഇന്നലെ 6 മണിക്ക് മുമ്പേ പോയെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ ഇന്നലെ 6 മണിക്ക് വന്നതിന് ശേഷം തൊട്ട് ഇന്നിപ്പോൾ 5 മണിയായി. ഒരു ദിവസം ഫുള്ളായി. മുമ്പ് അങ്ങനെ പോയാലും 5 മണിക്കുള്ളിൽ നമുക്ക് കറണ്ട് വരെയാണ്. ഇന്നിപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം നാളെ നോക്കിയാൽ മതി. ഞങ്ങൾ ആകെ പെട്ടിരിക്കുക. കാരണം വെള്ളം കുറവാണ്. കാരണം ഫോണിലൊന്നും ചാർജ് ഇല്ല. ആരുടെ ഫോണിലും ചാർജ് ഇല്ല. എല്ലാവരുടെ ഫോണും ഉപയോഗിച്ചിപ്പോൾ ചാർജ് ചെയ്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. എന്നാലും ചാർജ് കുറവാണ്. അപ്പം എന്ത് ചെയ്യും, ഇനി എന്താണ് അവസ്ഥയെന്ന് പറഞ്ഞ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഫോൺ കുറച്ചും കൂടെ കഴിയുമ്പോൾ വീണ്ടും ചാർജ് തീരും ഗൈസ്. ഇനിയിപ്പം നാളെ വീണ്ടും ചാർജ് ചെയ്താലേ പറ്റുള്ളൂ. ഇന്ന് കറണ്ട് വന്നില്ലെങ്കിൽ ചാർജ് ചെയ്യാനേ പറ്റൂല. നാളെ കറണ്ട് വന്നതിന് ശേഷമേ എനിക്ക് തോന്നുള്ളൂ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. കാരണം ഇത് എടുത്ത് വെക്കാനേ പറ്റുള്ളൂ. ചാർജിൽ ഞാൻ ഒരു വീഡിയോ എടുത്ത് വെക്കാന്ന് വിചാരിച്ചേ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. കാരണം കൂടുതലൊന്നും കാണിക്കാനായിട്ട് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനുള്ള ചാർജ് ഫോണിൽ കുറവാണ്. അപ്പം പിന്നെ ഒന്നും എടുക്കത്തില്ല. ഞാൻ ആ ഭാഗത്ത് കുറച്ച് വീഡിയോ എടുത്ത്. ഇന്നത്തെ എന്ന് വെച്ചാൽ വേറൊരു പരിപാടിയില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോൺ എവിടെയെങ്കിലും മാറ്റി വെക്കുക, വെളിയിൽ പോയി എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുക, അതേ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെയാണ്.
അല്ലാതെ കൂടുതലൊന്നും ചെയ്യാനോ ഒന്നും പറ്റൂല, ഫോൺ എടുക്കാൻ പറ്റൂല, ഫോണിൽ കളിക്കാൻ പറ്റൂല, എനിക്ക് ലൈവ് ഇടത്തില്ല യൂട്യൂബിൽ, അങ്ങനെയൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ള ചാർജിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നാളെ രാവിലെ കറണ്ട് വരുമെന്ന് അറിയത്തില്ല, നാളെ കറണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കുക. അതുവരെ ഇതും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, അതേ പറ്റുള്ളൂ. എന്തായാലും ഇന്ന് കറണ്ട് വരൂല എന്നാണ് 100% ഉറപ്പ് എന്ന് അവർ പറഞ്ഞിട്ട് പോയിട്ടുള്ള. കാരണം വെച്ചാൽ അവർക്ക് ഒരുപാടടുത്ത് മരമൊടിഞ്ഞ് കിടക്കുന്നു, ഒരുപാടടുത്ത് നന്നാക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നും ഒരു ദിവസം ഫുൾ എടുക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മളെ അവസ്ഥ കുറച്ച് കഷ്ടമാണ് ഗൈസ്. മഴ ആയിട്ട് ഇത്രയും നാളത്തെ മഴയിൽ ഏറ്റവും കൂടുതൽ പണിയിട്ട് ഈ വർഷമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വേറെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോയിൽ ആഡ് ചെയ്യാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.